നമസ്കാരം. സംസ്ഥാന ബഡ്ജറ്റിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഭൂനികുതി വർധനവെന്ന് അദ്ദേഹം തുറന്നടിച്ചു. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത നേതൃസംഗമത്തിലാണ് ആർച്ച് ബിഷപ്പിന്റെ പരാമർശം. കർഷകന്റെ ഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നു എങ്കിൽ നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല, കർഷകന്റെ മഹത്വം അറിയുന്നില്ല. സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണ്. ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകരുടെ കഴുത്തിനു പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിലാകട്ടെ കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിലാകട്ടെ മലയോരത്തെ കർഷകരെ ചേർത്തു പിടിക്കാൻ പോരുന്ന അടിസ്ഥാനപരമായ നിലപാടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആർച്ച് ബിഷപ്പ് പറയുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിൽ ഭൂനികുതി 50% കുത്തനെ കൂട്ടുകയായിരുന്നു. ഇതിലൂടെ 100 കോടിയുടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ കോർട്ട് ഫീസ്, ആർബിട്രേഷൻ, ലാൻഡ് അക്വിസിഷൻ, റഫറൻസ്, പൊതു താൽപ്പര്യ ഹർജി എന്നിവയുടെ ഫീസ് വർദ്ധിപ്പിച്ച് 150 കോടിയും ഇലക്ട്രിക് 4 ചക്ര വാഹനങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ച് 30 കോടി അധിക വരുമാനവും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. സർക്കാർ ഭൂമിയുടെ പാട്ടക്കുടിശ്ശിക പിരിച്ചെടുക്കാൻ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ 436 കോടിയുടെ അധിക വരുമാനവും കോൺട്രാക്ട് കാരേജുകളുടെയും സ്റ്റേജ് കാരിയറുകളുടെയും മോട്ടോർ വാഹന നികുതി ഏകീകരണത്തിലൂടെ മറ്റൊരു 15 കോടിയും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതെല്ലാം പൊതുജനത്തെ നേരിട്ട് തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ ജീവിതഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പൊതുജനത്തിന് ഇത് കടുത്ത ആഘാതമായിരിക്കും ഉണ്ടാക്കുക എന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്.